മധ്യപൂർവേഷ്യയിൽ വീണ്ടും വൻ യുദ്ധഭീതി ഉണർത്തി കുവൈറ്റിൽ നിന്ന് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവരുന്നു. വടക്കൻ കുവൈറ്റിലെ സുപ്രധാനമായ സൈനിക കേന്ദ്രത്തിന് സമീപം വൻ തീപിടുത്തവും അതിശക്തമായ സ്ഫോടനങ്ങളും നടന്നതായി വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലും ആഗോള മാധ്യമങ്ങളിലും വ്യാപകമായി പ്രചരിക്കുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിനും സഖ്യസേനകൾക്കും നിർണായകമായ ലോജിസ്റ്റിക്കൽ പിന്തുണ നൽകുന്ന കുവൈറ്റിലെ അൽ ദോഹ മിലിറ്ററി ബേസിനെ ലക്ഷ്യമിട്ട് പ്രത്യാക്രമണം നടന്നുവെന്ന വാർത്തകൾ മിഡിൽ ഈസ്റ്റിൽ വൻ നയതന്ത്ര ചലനങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് നേരെ നടത്താൻ പദ്ധതിയിട്ടിരുന്ന തിരിച്ചടി സൈനിക നീക്കങ്ങൾ താൽക്കാലികമായി റദ്ദാക്കിയതായി വാർത്തകൾ പുറത്തുവന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിലാണ് കുവൈറ്റിൽ നിന്നുള്ള ഈ നാടകീയ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മേഖലയിലെ പ്രമുഖ രഹസ്യാന്വേഷണ ഏജൻസികളും പ്രതിരോധ വിശകലന വിദഗ്ധരും ഈ ദൃശ്യങ്ങളുടെ വിശ്വസനീയതയെക്കുറിച്ചും ആക്രമണത്തിന്റെ വ്യാപ്തിയെക്കുറിച്ചും തീവ്രമായ അന്വേഷണത്തിലാണ്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ വലിയ രീതിയിലുള്ള പുകപടലങ്ങളും അടിയന്തര സേനകളുടെ വാഹനങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. വിശ്വസനീയമല്ലാത്ത പല പ്രാദേശിക സ്രോതസ്സുകളും അവകാശപ്പെടുന്നത് ഇറാൻ നിർമ്മിത ഷാഹിദ് 136 കാമികാസെ ആക്രമണ ഡ്രോണുകളാണ് ഈ സൈനിക താവളത്തിൽ പതിച്ചതെന്നാണ്. ആധുനിക യുദ്ധങ്ങളിൽ വൻ നാശനഷ്ടങ്ങൾ വരുത്താൻ ശേഷിയുള്ള ഇറാന്റെ ഈ സ്വയം സിദ്ധ ഡ്രോണുകൾ കുവൈറ്റിലെ അമേരിക്കൻ സാന്നിധ്യത്തെ ലക്ഷ്യമിട്ട് തൊടുത്തുവിട്ടതാണെന്ന വാർത്തകൾ അതിവേഗമാണ് പടർന്നു പിടിച്ചത്. അൽ ദോഹ മിലിറ്ററി ബേസ് എന്നത് അമേരിക്കൻ സൈന്യത്തിന് മേഖലയിലെ തന്ത്രപ്രധാനമായ ഒരു സംഭരണ വിതരണ കേന്ദ്രമാണ്. സഖ്യസേനകളുടെ സൈനിക സാമഗ്രികളും വാഹനങ്ങളും വലിയ അളവിൽ സൂക്ഷിച്ചിരിക്കുന്ന ഈ കേന്ദ്രത്തിൽ സ്ഫോടനമുണ്ടായി എന്ന വാർത്ത അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ആശങ്കകൾ വർദ്ധിപ്പിച്ചു. എന്നാൽ ഈ സംഭവത്തിൽ ഇതുവരെയും അമേരിക്കൻ പ്രതിരോധ വകുപ്പോ കുവൈറ്റ് സർക്കാരോ യാതൊരുവിധ ഔദ്യോഗിക സ്ഥിരീകരണവും നൽകിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഒരു വിദേശ ശക്തിയുടെ ആക്രമണം തങ്ങളുടെ മണ്ണിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനോട് കടുത്ത ഭാഷയിൽ പ്രതികരിക്കേണ്ട കുവൈറ്റ് ഭരണകൂടത്തിന്റെ മൗനം വാർത്തകളുടെ വിശ്വസനീയതയെ ചോദ്യം ചെയ്യുന്നുണ്ട്. കൂടാതെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുന്നോട്ട് വന്നിട്ടില്ല. സാധാരണയായി ഇത്തരം വലിയ സൈനിക നീക്കങ്ങൾ നടത്തുമ്പോൾ തങ്ങളുടെ ഔദ്യോഗിക മാധ്യമങ്ങൾ വഴിയോ പ്രോക്സി ഗ്രൂപ്പുകൾ വഴിയോ സന്ദേശങ്ങൾ പുറത്തുവിടാറുള്ള ഇറാന്റെ ഭാഗത്തു നിന്നുള്ള മൗനം അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. അതേസമയം തികച്ചും വ്യത്യസ്തമായ മറ്റൊരു സാധ്യതയും സമാന്തരമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. കുവൈറ്റ് സായുധ സേനയുടെ മുൻകൂട്ടി നിശ്ചയിച്ച ലൈവ് ഫയർ സൈനിക പരിശീലനത്തിന്റെ ഭാഗമായി ഉണ്ടായ സ്ഫോടനങ്ങളോ അല്ലെങ്കിൽ അവിടെ സംഭവിച്ച അപ്രതീക്ഷിത തീപിടുത്തമോ ആകാം ഈ ദൃശ്യങ്ങളിൽ കാണുന്നതെന്നാണ് മറ്റൊരു വിഭാഗം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. സൈനിക അഭ്യാസങ്ങൾക്കിടയിൽ ഇത്തരം വൻ പുകപടലങ്ങളും ശബ്ദങ്ങളും ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്നും അത് തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്നും ചില പ്രാദേശിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ട്രംപ് ഭരണകൂടം ഇറാന് നേരെ കടുത്ത ഉപരോധങ്ങളും സൈനിക ഭീഷണികളും തുടരുന്ന പശ്ചാത്തലത്തിൽ ഇത്തരമൊരു വാർത്ത പ്രചരിക്കുന്നത് നയതന്ത്ര തലത്തിൽ വലിയ സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത്. ഇറാന്റെ ആണവ നിലയങ്ങൾക്കോ സൈനിക താവളങ്ങൾക്കോ നേരെ അമേരിക്കൻ ആക്രമണം ഉണ്ടായേക്കാമെന്ന ഭീതി നിലനിൽക്കെ അതിനെ പ്രതിരോധിക്കാൻ ഇറാൻ സജ്ജമാണെന്ന സന്ദേശം നൽകാൻ ചില കോണുകളിൽ നിന്ന് മനഃപൂർവ്വം പ്രചരിപ്പിക്കുന്നതാണോ ഈ വാർത്ത എന്നും സംശയിക്കപ്പെടുന്നു. സൈബർ ഇടങ്ങളിൽ ഇൻഫർമേഷൻ വാർഫെയർ അഥവാ വിവരയുദ്ധം അതിശക്തമായി നടക്കുന്ന കാലഘട്ടമാണിത്. തെറ്റായ ദൃശ്യങ്ങളും പഴയ വീഡിയോകളും ഉപയോഗിച്ച് ജനങ്ങളിൽ ഭീതി സൃഷ്ടിക്കാനും ശത്രു രാജ്യങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാനും സൈബർ ഗ്രൂപ്പുകൾ ശ്രമിക്കാറുണ്ട്. പേർഷ്യൻ ഗൾഫ് മേഖലയിലെ മറ്റ് അയൽ രാജ്യങ്ങളും നിലവിലെ സാഹചര്യങ്ങളെ അതീവ ശ്രദ്ധയോടെയാണ് വീക്ഷിക്കുന്നത്. കുവൈറ്റിലെ സ്ഥിതിഗതികൾ വഷളായാൽ അത് സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളുടെ സുരക്ഷയെയും എണ്ണ വിപണിയെയും ഒരുപോലെ ബാധിക്കും. കുവൈറ്റിൽ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര നയതന്ത്ര കാര്യാലയങ്ങളും സൈനിക താവളങ്ങളും നിലവിൽ കടുത്ത ജാഗ്രതയിലാണ്. ഔദ്യോഗിക വിശദീകരണം വരുന്നതുവരെ തങ്ങളുടെ പൗരന്മാരോട് ജാഗ്രത പാലിക്കാൻ ചില വിദേശ രാജ്യങ്ങൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ശ്രമിക്കുമ്പോഴാണ് ഇത്തരം വൻ സ്ഫോടന വാർത്തകൾ പുറത്തുവരുന്നത്. ഐക്യരാഷ്ട്രസഭയും ആഗോള ശക്തികളും മേഖലയിൽ അടിയന്തരമായി സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ഇടപെടലുകൾ നടത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ സംഭവം ചൂണ്ടിക്കാണിക്കുന്നത്. കുവൈറ്റിലെ അൽ ദോഹ താവളത്തിന് നേരെ നടന്നത് ഇറാന്റെ ആസൂത്രിതമായ ഡ്രോൺ ആക്രമണമാണോ അതോ കുവൈറ്റ് സൈന്യത്തിന്റെ സാധാരണ അഭ്യാസ പ്രകടനത്തിനിടെയുണ്ടായ സംഭവങ്ങളാണോ എന്ന കാര്യത്തിൽ പരസ്യമായ ഒരു നിഗമനത്തിലെത്താൻ ഇനിയും സമയമായിട്ടില്ല.
വൈകാതെ തന്നെ പെന്റഗണോ കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയമോ നടത്തുന്ന വാർത്താ സമ്മേളനങ്ങളിലൂടെ മാത്രമേ ഈ സംഭവത്തിലെ യഥാർത്ഥ സത്യം പുറത്തു വരികയുള്ളൂ. സത്യവും മിഥ്യയും വേർതിരിച്ചറിയാൻ കഴിയാത്ത വിധം സങ്കീർണമാണ് നിലവിലെ മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ സാഹചര്യം. എന്തായാലും കുവൈറ്റ് അതിർത്തികളിൽ സുരക്ഷ ശക്തമാക്കുകയും ഗൾഫ് മേഖലയിൽ വ്യോമ നിരീക്ഷണം കൂടുതൽ ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ പുറത്തുവരുന്ന ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾക്കായാണ് ഇപ്പോൾ ലോകം മുഴുവനും ഉറ്റുനോക്കുന്നത്.